പ്രിയപ്പെട്ടവരെ, സന്താന ദുരിതത്തിന് എങ്ങനെ പരിഹാരം കാണാം? കുട്ടികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗ്രഹപ്പിഴകൾക്ക് കാരണം കുട്ടികളുടെ ജാതകദോഷം തന്നെ ആവണമെന്നില്ല. മാതാപിതാക്കളുടെ ജാതകത്തിലെ ദോഷം മിക്കപ്പോഴും കുട്ടികളെയും ബാധിക്കും. പിതാവിൻ്റെ ജാതകത്തിൽ 5-ാം ഭാവത്തിൽ രാഹു നിൽക്കുക, പുത്രേശനോടുകൂടി രാഹു നിൽക്കുക എന്നീ അവസ്ഥയാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞ് തിരുവാതിര, ചോതി, ചതയം എന്നതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രമായിരിക്കും. ഇന്നിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ പ്രസവം മുൻകൂട്ടിയോ ഇഷ്ടപ്പെടുന്ന നാളിനോ നടത്താൻ കഴിയും. എന്നാൽ വിധി സംബന്ധമായ ഗ്രഹപ്പിഴകൾ കത്രികക്കൂട്ടുകൾക്കും ഓപ്പറേഷൻ ചെയ്യാനാവില്ല എന്നതാണ് സത്യം. വിവാഹത്തിന് മുമ്പ് തന്നെ സർപ്പദോഷ നിവൃത്തിക്കുള്ള പരിഹാരങ്ങൾ ഇത്തരക്കാർ ചെയ്യേണ്ടതാണ്. സന്താനഭാഗ്യം ഇല്ലാതെ വരുവാനും സന്താന ദുഃഖം അനുഭവിക്കാനും ഈ ജാതകാവസ്ഥ കാരണമായേക്കാം. സന്താന ദുരിതങ്ങൾക്ക് പ്രധാന പരിഹാരം നാഗപ്രീതിയും പരദേവതാപ്രീതിയും പിതൃപ്രീതിയും ആവശ്യമാണ്. ജാതകത്തിൽ രാഹു നിൽക്കുന്ന സ്ഥാനം ഗണിച്ചാണ് സർപ്പപ്രീതി ഏതു പ്രകാരം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓജരാശിയിലാണെങ്കിൽ 11 മുട്ടയും സർപ്പപ്രതിമയും സമർപ്പിക്കണം. യുഗ്മരാശിയിലാണെങ്കിൽ 9 മുട്ടയും നാഗപ്രതിമയും മഞ്ഞപ്പട്ടിൽ സമർപ്പിക്കണം. ഇവയാണ് പ്രധാന നാഗപ്രീതിക്കുള്ള പരിഹാരങ്ങൾ. സന്താനങ്ങളുടെ ഭാഗ്യത്തിനായി, അവരുടെ ദോഷനിവൃത്തിക്കായി മാതാവ് ആചരിക്കുന്ന അതിശ്രേഷ്ഠമായ വ്രതങ്ങളിലൊന്നാണ് ഷഷ്ഠി. സുബ്രഹ്മണ്യപ്രീതിയാണ് ഷഷ്ഠി വ്രതത്തിൻ്റെ മഹത്വം. കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ഷഷ്ഠിയാണ് വ്രതമായി ആചരിക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക എന്നതാണ് ഈ വ്രതത്തിൻ്റെ ആചാരരീതി. ദേശങ്ങൾക്കനുസരിച്ച് വ്രതാചാരത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ചില ദേശങ്ങളിൽ ആഹാരം കഴിക്കാതെ ഷഷ്ഠി നോക്കുന്നതായും പറയുന്നു. ഷഷ്ഠിവ്രതം, കഠിനവ്രതം എന്നൊക്കെ പറയാറുമുണ്ട്. എന്നാൽ മംഗല്യ സ്ത്രീകൾ പട്ടിണി കിടക്കാൻ പാടില്ല എന്നാണ് ആചാര്യമതം. ഭർത്തൃമതികളായ സ്ത്രീകൾ പട്ടിണി കിടന്ന് വ്രതമോ മറ്റെന്തെങ്കിലുമോ ആചരിച്ചാൽ കുലം മുടിഞ്ഞു പോകുമെന്നാണ് പ്രമാണം. ഒരു നേരം അരിയാഹാരം കഴിക്കുക എന്നത് മംഗല്യ സ്ത്രീകളുടെ വ്രത പൂർണ്ണതയ്ക്ക് നിർബന്ധമായ കാര്യം തന്നെയാണ്. ഒരു വർഷക്കാലത്തെ വ്രതാചാരത്തിന് ശേഷം വ്രതസമാപ്തിക്കായി സുബ്രഹ്മണ്യസ്വാമിയുടെ വിശേഷ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാടുകളും നടത്തുകയും വേണം. സന്താനങ്ങളുടെ യശസ്സിനും വളർച്ചയ്ക്കും ഏറ്റവും ഉചിതമായ മാർഗം മുരുകൻ്റെ സേവ തന്നെയാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കായി ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ ചെറിയ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ പിന്തുടരുമല്ലോ.